നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി ആദ്യം എത്തിയത് ആലപ്പുഴ അമ്പലപ്പുഴയിലെ വീട്ടിൽ. പോലീസ് വീട്ടുകാരെ ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, മുഖ്യപ്രതിയായ പൾസർ സുനിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യം നടന്നതിന് ശേഷം ആദ്യം ഈ വീട്ടുകാരുടെ അടുത്തേക്കാണ് പൾസർ സുനി എത്തിയതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ വീട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? സ്വാമി, കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. എങ്കിൽ തന്നെയും ഈ സംഭവത്തിന് ശേഷം, ഈ നടിയെ ആക്രമിച്ച ശേഷം സുനി അടക്കമുള്ളവർ ആദ്യം രക്ഷപ്പെട്ടത് ആലപ്പുഴയിലേക്കാണെന്നാണ് പ്രാഥമിക വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അമ്പലപ്പുഴയിലെത്തി സുനിയുമായി ബന്ധപ്പെട്ട ഒരു വീട് കേന്ദ്രീകരിച്ച് അവരെ ചോദ്യം ചെയ്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ കാര്യമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സംഘം, കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം അമ്പലപ്പുഴയിലെത്തുകയും ഈ സുനി അടക്കമുള്ളവർ താമസിച്ചിരുന്ന ഈ എത്തി അവിടെ നിന്നും രക്ഷപ്പെട്ട് അമ്പലപ്പുഴയിലെത്തിയ വീട്ടിൽ അവരെത്തിച്ചേരുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ വീട്ടുകാരെ പോലീസ് സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുനിയുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഹൃദമുള്ള ഒരു വീടാണിതെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യത്തിന് ശേഷം സുനി നേരെ ആലപ്പുഴ വഴി അമ്പലപ്പുഴയിൽ എത്തിയത്. ഇപ്പോൾ ഈ വീട് പൂർണ്ണമായിട്ടും പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരിക്കുകയാണ്. ഇയാൾ രക്ഷപ്പെട്ടേക്കാവുന്ന മറ്റു മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പോലീസ് ഇവരെ കൂടുതൽ കാര്യമായിട്ട് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പരിധി നിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് സംഘം അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള സൂചന മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിക്കെതിരെ ആക്രമണം നടത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇവരിൽ പിടികൂടിയ 3 പേരും കൊടും കുറ്റവാളികൾ. മുഖ്യപ്രതി പൾസർ സുനിയെ കൂടാതെ ഇന്ന് കൊട്ടേഷൻ സംഘാംഗങ്ങളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരും പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് 2 പേരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുണ്ടാ സംഘാംഗമായ വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്നവരാണ് ഇരുവരുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുഖ്യപ്രതി സുനിലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. പൾസർ സുനി എന്ന സുനിലിനെ കൂടാതെ വിജീഷ്, മണികണ്ഠൻ എന്നിവർക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ്. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ആലുവ പോലീസ് ക്ലബ്ബിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടാനാവുമെന്ന് B സന്ധ്യ പ്രതികരിച്ചു. പുരോഗതി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് IG ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേഗത്തിൽ അന്വേഷണം ഒരു പ്രത്യേക സംഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് തിരക്കത്തിലാണ്. താങ്ക് യു സോ മച്ച്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ ഉടൻ വലയിലാക്കുമെന്നാണ് സൂചന. കസ്റ്റഡിയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ ദിവസം നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി കൊടും ക്രിമിനൽ. ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. പൾസർ സുനിക്കെതിരെ വെളിപ്പെടുത്തലുമായി പ്രമുഖരും രംഗത്തെത്തി. പെട്രോൾ പമ്പ് ആക്രമിച്ച് പണം തട്ടലടക്കം നിരവധി കേസുകളാണ് പൾസർ സുനിക്കെതിരെ നിലവിലുള്ളത്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് ഇയാളുടെ പ്രധാന ക്രിമിനൽ പ്രവൃത്തി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ തന്റെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്ന് നടനും MLA-യുമായ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ 1 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ സുനിൽ എന്ന് പറഞ്ഞ ആള്. അന്നത്തെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വളരെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അടുത്ത് ഒരു പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ബന്ധങ്ങളുള്ള ഒരു ആളാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഒരു ഉപദേശ രൂപേണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കുറച്ചാൾ കാണത്തില്ല, തൽക്കാലം നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. സിദ്ദിഖ് ലാലിൻ്റെ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രിമിനലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഫിലിം കമ്പനിയിൽ വെക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ പൾസർ സുനിയെ സംബന്ധിച്ച് തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് ഇങ്ങനെ. എൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലൊരു പ്രശ്നം ഉണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ കാർ വന്നിട്ട് കാറിന് പകരം ഒരു ടെമ്പോ ട്രാവലർ വന്നു. ടെമ്പോ ട്രാവലറിൽ ഷൂട്ടിങ്ങിന് പോയതാണ് എറണാകുളത്ത് 5 കൊല്ലം മുമ്പ് ഒരു പടത്തിൻ്റെ. അപ്പം ആ ടെമ്പോ ട്രാവലറിൽ കയറി ഹോട്ടലിൽ റമഡ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട്
അപ്പോൾ രമണ ഐനിൽ എത്തുന്നതിന് മുമ്പ് ഇത് ലേക്ക് ഷോർ കഴിഞ്ഞ് വീണ്ടും കറങ്ങുകയാണ്. 2-3 പ്രാവശ്യം കറങ്ങിയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, വൈഫ് അയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിന്നെ വീണ്ടും കൊണ്ട് രമണ ഐനിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് രാവിലെ ജോണി സാഹിർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്, ഇന്ന് കിട്ടാനുള്ള പ്രതി. ഇന്നേ വരെ ഈ 5 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇതാണെന്നും പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റിൻ്റെ ഒരു കാര്യം പോലും കിട്ടിയില്ല എന്ന്. ഇതോടെ നിരപരാധിയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം പൾസർ സുനിയുടെ ക്രിമിനൽ ആസൂത്രണം തന്നെയെന്ന് ബോധ്യമാകുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ പോലീസ് ശക്തമായി ഇടപെട്ടുവെന്ന് കോടിയേരി. കേരളത്തിൽ ക്രമസമാധാന തകർച്ച വരുത്തി തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം സംഭവം കേരളത്തിനേറ്റ ആഘാതമെന്ന് സ്പീക്കർ പ്രതികരിച്ചു. ക്രമസമാധാന നില അനുദിനം വഷളാകുന്നു. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികളെ കോളേജിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ആളുകൾ തീ കൊളുത്തുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാദം ജനങ്ങൾ വളരെ വളരെ ഹാസ്യത്തോടു കൂടിയാണ് കാണുന്നത്. കൊച്ചിയിലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സിനിമാ നടിക്ക് അവരെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ കണ്ടെത്താനും യഥാർത്ഥമായി സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനും സഹായകമായ വിധത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്ഥാപിക്കാൻ, ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തനിക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ്. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും വലിയ ആഘാതമാണ്, അവിശ്വസനീയമാണ്. അതുകൊണ്ട് വളരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. കലാകാരികൾക്ക് രാത്രികാലങ്ങളിലുള്ള സുരക്ഷിത യാത്രകൾക്ക് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നടനും MLA-യുമായ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നടികൾക്ക് വേണമെങ്കിൽ വനിതാ പോലീസിന്റെ സംരക്ഷണം തേടാം. ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയിലുള്ള അല്ലെങ്കിൽ കലാകാരനായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇതേ കണക്ക് ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ തരും, ആ നമ്പറിൽ വിളിക്കണം. ആ പോകുന്ന വഴി അത് പോലീസ് ശ്രദ്ധിക്കും, ചെല്ലുന്ന വഴി ശ്രദ്ധിക്കും, ആ പോകുന്ന ഡ്രൈവറിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ, നടികൾ ആണെങ്കിൽ, ഇനി സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ഒക്കെ നടികൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒരു വനിതാ പോലീസിനെ കൂടെ വിടാൻ വരെ നമ്മുടെ പോലീസ് തയ്യാറാണ്. അതിനുവരെയുള്ള സംവിധാനങ്ങൾ DGP ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒന്നും ആരും ഉപയോഗിക്കാതിരിക്കരുത്. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി മഞ്ജു വാര്യർ. ഇപ്പോൾ നടിക്ക് എല്ലാവിധ പിന്തുണയുമാണ് നൽകേണ്ടത്. താൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടാകുമെന്നും മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കറിയാവുന്ന ഏറ്റവും സുന്ദരികളിൽ ഒരുവളായവൾക്ക് സംഭവിച്ചതിൽ അതിയായ അസ്വസ്ഥത രേഖപ്പെടുത്തി പൃഥ്വിരാജും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ധീരമായ നിലപാടെടുത്ത പെൺകുട്ടിക്ക് ഒരുമിച്ച് നിന്ന് പിന്തുണ നൽകാമെന്നും പൃഥ്വിരാജ് കുറിച്ചു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സിനിമാ സഹപ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 6 മണിക്ക് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒത്തുചേരുമെന്ന് അമ്മ സെക്രട്ടറി ഇടവേള ബാബു അറിയിച്ചു. സഹപ്രവർത്തകർ എല്ലാവരും എത്തിച്ചേരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൊടിഞ്ഞി ഫൈസൽ വധത്തിന്റെ ഗൂഢാലോചന നടന്നത് RSS കാര്യാലയത്തിൽ. തിരൂർ തൃക്കണ്ടിയൂരിലെ RSS കേന്ദ്രത്തിൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ RSS സഹകാര്യവാഹകന്റെ മൊഴിയിൽ നിന്നാണ് പോലീസിന് തെളിവുകൾ ലഭിച്ചത്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, വിവരങ്ങൾ. സ്വാമി, ഫൈസൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തതെല്ലാം RSS പ്രവർത്തകരെയാണ്. കഴിഞ്ഞ ദിവസം തിരൂർ താലൂക്ക് RSSന്റെ സഹകാര്യവാഹക മഠത്തിൽ നാരായണൻ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് നൽകുന്നത്. തിരൂർ തൃക്കണ്ടിയൂരിലെ RSSന്റെ ജില്ലാ ആസ്ഥാനത്താണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് നാരായണൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.
പ്രതികളുടെ രക്തക്കറയുള്ള വസ്ത്രങ്ങൾ കത്തിച്ചതിന്റെ തെളിവുകൾ ഇവിടെ നടത്തിയ തെളിവെടുപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ ഒളിപ്പിച്ചതും ഇതേ കേന്ദ്രത്തിലായിരുന്നു എന്നതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വിമുക്ത ഭടൻ ഉൾപ്പെടെ 9 RSSകാരാണ് ഇപ്പോൾ സംഭവവുമായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ നവംബർ 19-നാണ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഫൈസലിനെ കൊലപ്പെടുത്തുന്നത്. താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു ഫൈസൽ. ഭാര്യാപിതാവിനെ കൊണ്ടുവരാനായി പോവുകയായിരുന്നു. ഇതിനിടെയാണ് 2 ബൈക്കുകളിലെത്തിയ സംഘം ഫൈസലിനെ പിന്തുടർന്ന് കൊടിഞ്ഞി ഫാറൂഖ് നഗർ റോഡിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. ഫൈസലും ഭാര്യയും 3 മക്കളുമാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. ഇതോടൊപ്പം ഫൈസലിന്റെ അടുത്ത ചില കുടുംബത്തിലെ മറ്റു ചിലർ കൂടി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നു എന്നതിന്റെ വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. സോമി. KT സ്വാലിഹാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. CK ജാനുവിന്റെ പാർട്ടി പിളരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിജു കാക്കത്തോടിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിടുന്നു. NDA വയനാട് ജില്ലാ കൺവീനറാണ് ബിജു. ജാനുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന മുത്തങ്ങ അനുസ്മരണം ഈ വിഭാഗം ബഹിഷ്കരിച്ചു. CK ജാനു BJPയുടെ ഫണ്ടിംഗ് ഏജന്റെന്നും ആരോപണം. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനം. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസ് സംരക്ഷണം നൽകുന്നത്. സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ DGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് സർക്കുലർ അയച്ചു. അതേസമയം സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ബെവ്കോ പോലീസിന് പുറമെ എക്സൈസ് വകുപ്പ് മന്ത്രിയെയും സമീപിച്ചിരുന്നു. സംസ്ഥാനത്ത് ദേശീയപാതയോരത്തും സംസ്ഥാന ഹൈവേകൾക്കും പരിസരത്ത് പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ നീക്കം തുടങ്ങിയത്. എന്നാൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള അധികൃതരുടെ നീക്കം പല കേന്ദ്രങ്ങളിലും ശക്തമായ ജനകീയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയത്. മദ്യവിൽപ്പനശാലയ്ക്കായി കണ്ടെത്തിയ സ്ഥലങ്ങളിലെല്ലാം നേരത്തെ തന്നെ വിദ്യാർത്ഥികളെയും സാംസ്കാരിക പ്രവർത്തകരെയും മദ്യവിരുദ്ധ സംഘടനാ പ്രവർത്തകരെയും അണിനിരത്തി സമരം തുടങ്ങിയിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലെ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് യാതൊരു തരത്തിലും ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ ബെവ്കോയ്ക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഔട്ട്ലെറ്റുകൾ മാറ്റുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട അധികൃതർ DGPയെ സമീപിച്ചത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഏകദേശം 180-ലധികം മദ്യവിൽപ്പനശാലകൾ ബെവ്കോയ്ക്ക് മാറ്റിസ്ഥാപിക്കേണ്ടതായുണ്ട്. ഉത്തരവ് വന്ന ശേഷം വെറും 30 ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ബെവ്കോയ്ക്ക് മാറ്റാനായത്. പല സ്ഥലങ്ങളിലും പ്രതിഷേധം തുടരുന്നുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം അടുത്ത മാസം 31-നകം മദ്യവിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കണം. ബെവ്കോ MD നൽകിയ കത്തിലെ ആവശ്യപ്രകാരം പോലീസ് സംരക്ഷണം നൽകണമെന്ന് നിർദ്ദേശിച്ച് DGP ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് സർക്കുലർ അയച്ചു. ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന വിഷയത്തിൽ ബെവ്കോ അധികൃതർ എക്സൈസ് മന്ത്രിയെയും സമീപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികളും കാട്ടുനീതി നടപ്പാക്കുന്നതും വഴി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം താറുമാറായതായി ഭയപ്പെടുന്നതായി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഇത് തടഞ്ഞില്ലെങ്കിൽ വ്യാജ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമുറികളുള്ള സ്വാശ്രയ കോളേജുകളും കാട്ടുനീതി നടപ്പിലാക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം താറുമാറാകുമെന്ന് നമ്മൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. താറുമാറാവുന്നുണ്ട് എന്ന് നമ്മൾ അനുഭവിച്ചും തുടങ്ങിയിരിക്കുന്നു. അവരെ റെഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ നിലവാരം ഉറപ്പുവരുത്താൻ അധിക സമൂഹവുമുണ്ട്. നിഷ്കരുണം ആ നിയമത്തെ അഭിപ്രായം ഇങ്ങനെ പോയാൽ വ്യാജ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായിട്ട് കേരളം അറിയപ്പെടുന്ന സാഹചര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മേഘാലയ സ്വദേശിനിയായ യുവതിക്ക് നേരെ ട്രെയിനിൽ പീഡന ശ്രമം. ഗുവാഹത്തി തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്രാമധ്യയാണ് മലയാളി യുവാവ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. യുവതി തമ്പാനൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരത്തെ അധ്യാപികയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മേഘാലയ സ്വദേശിനിയായ യുവതിക്ക് നേരെ പീഡനശ്രമമുണ്ടായതായാണ് പരാതി. വെള്ളിയാഴ്ച നാട്ടിൽ നിന്ന് മടങ്ങവേ ഗുവാഹത്തി തിരുവനന്തപുരം എക്സ്പ്രസിലെ സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു പീഡനശ്രമം. ഗുവാഹത്തിയിൽ നിന്നും ട്രെയിനിൽ കയറിയ മലയാളി യുവാവ് യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു.
എറണാകുളത്ത് യുവാവ് ഇറങ്ങുന്നതുവരെ ഇത് തുടർന്നെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. യുവാവ് മദ്യപിച്ചിരുന്നതായും സഹയാത്രക്കാരും ഇയാളെ എതിർക്കുകയോ തന്നെ സഹായിക്കുകയോ ചെയ്തില്ലെന്നും യുവതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ യുവതി ഇന്ന് അധ്യാപികയ്ക്കൊപ്പമെത്തി തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസിൽ എറണാകുളത്തടക്കം മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. ഉത്തർപ്രദേശ് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവുമാണ് ഇത്തവണ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും പൊരുതാനുറച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് AIDMKയിലെ ശശികല, പനീർശെൽവം വിഭാഗങ്ങൾ. ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗങ്ങളും. അതേസമയം പ്രതിപക്ഷമായ DMKയും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നിയമസഭയിൽ ശശികല വിഭാഗം ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാറും കോളും നീങ്ങുന്നില്ല. പൊരുതാനുറച്ച് AIDMKയിലെ O പനീർസെൽവം, ശശികല വിഭാഗങ്ങളും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തക്കം പാർത്ത് DMKയും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇനിയും നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. ജയലളിതയുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പനീർസെൽവം, ശശികല ക്യാമ്പുകൾ തുടരുന്നത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഇരുവിഭാഗം നേതാക്കളും നടത്തിയ പ്രസ്താവനകളിൽ ഈ കാര്യം വ്യക്തമാണ്. അമ്മ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കുടുംബമാണ് അധികാരത്തിൽ എത്തിയതെന്നും വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച MLA-മാർ വോട്ടർമാരെ വഞ്ചിച്ചുവെന്നും O പനീർസെൽവം കുറ്റപ്പെടുത്തി. இன்றைக்கு நடைபெற்றுக் கொண்டிருக்கிறது சசிகலா அவர்களுடைய அணி, நாங்களெல்லாம் மாண்புமிகு அம்மா அவருடைய அணி. மாண்புமிகு அம்மாவுடைய அணி எதிர்காலத்தில் மக்களுடைய ஆதரவை பெற்று மகத்தான வெற்றி பெறும். அதுவரை தர்மம் நிலைத்து நிற்பதற்கு சிறு கால அவകാശം ഏർപ്പെടും. ആകവേ അമ്മയുടെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് വിശ്വാസ വോട്ടെടുപ്പിലൂടെ തെളിഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ പ്രതികരണം. DMKയുമായി ഒത്തുകളിച്ച പനീർസെൽവമാണ് വഞ്ചന കാട്ടിയതെന്നും പളനിസ്വാമി കുറ്റപ്പെടുത്തി. திராவிட முன்னேற்ற கழக கட்சியை சேர்ந்த தலைவர், துணை எவ்வளவு அராஜகத்தில் ஈடுபட்டார்கள் என்பதையெல்லாம் இன்றைக்கு உங்களுக்கு அத்தனை பேருக்கும் தெரியும். நான் சொல்லி தெரிய வேண்டிய അവശ്യമില്ല. വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ നിയമപരമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം കയ്യേറ്റം ചെയ്തെന്ന വികാരം ഇളക്കിവിട്ട് അണികളെ പ്രതിഷേധവുമായി തെരുവിലിറക്കാനാണ് DMK വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിന്റെ നീക്കം. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച ശശികല ക്യാമ്പ് ഇനി പാർട്ടി ഘടകങ്ങളെയും അണികളെയും ഒപ്പം നിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭരണവും പാർട്ടി നേതൃത്വവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം നേടുന്നതിൽ ശശികല വിജയിച്ചിരിക്കുന്നു. പാർട്ടി അണികളെ ഒപ്പം നിർത്തുക എന്ന കടമ്പ മറികടക്കണമെങ്കിൽ ഇനി ശശികല ക്യാമ്പ് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി യോഗം വിലയിരുത്തും. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര ബജറ്റ്, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിലും യോഗത്തിൽ ചർച്ച നടക്കും. ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രഥമ റിപ്പോർട്ട് കാലതാമസമില്ലാതെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. പൊതുജനങ്ങളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ സമാഹരിച്ചായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള ശുപാർശകൾക്കായിരിക്കും ആദ്യ റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുക. സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ച് പൊതുജനാഭിപ്രായം സമാഹരിച്ചായിരിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ പ്രഥമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആദ്യം ജില്ലാതല യോഗങ്ങളും തുടർന്ന് സംസ്ഥാനതല യോഗവും നടത്തും. സർക്കാർ പ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ശേഷം വിദഗ്ധ സമിതി യോഗം ചേർന്നായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. കാലതാമസം കൂടാതെ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്ന തരത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകളും സെമിനാറുകളും വിദഗ്ധരുടെ യോഗങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഴിമതി നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും പ്രഥമ റിപ്പോർട്ട്. കാര്യക്ഷമവുമായ വിജിലൻസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസി സ്ഥാപിക്കണമെന്നും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യാൻ നേരത്തെ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അഴിമതിക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാൻ നിയമനിർമ്മാണമടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും കമ്മീഷൻ പ്രഥമ റിപ്പോർട്ടിലൂടെ സർക്കാരിനോട് ശുപാർശ ചെയ്യും. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ 4ാമത് യോഗത്തിൽ ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000-കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ചു നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്. ബിഷപ്പുമാരുടെയും തിരുമേനിമാരുടെയും ആശംസാ പ്രസംഗത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിന് തുടക്കമായത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ നന്മയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റിയുമൊക്കെ ബിഷപ്പുമാർ പങ്കുവച്ചു. കുട്ടികളുടെ കൂട്ടുകാരനായ ക്രിസോസ്റ്റം കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകിയാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ചെറുപ്പകാലത്ത് മരാമൺ കൺവെൻഷൻ കാണാൻ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും കുസൃതിയുമെല്ലാം തന്റെ സ്വതസിദ്ധമായ നർമ്മം കലർന്ന ശൈലിയിൽ തന്നെ ക്രിസോസ്റ്റം തിരുമേനി വിശദമാക്കി. അന്ന് മുതലേ മനുഷ്യനെ കളിപ്പിക്കാൻ എനിക്കറിയാം. മണത്തെറി അറിയാൻ മാത്രമല്ല സ്പോട്ടറാക്കി എടുക്കാനും എനിക്കറിയാം. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ രോഗത്തെ ഭയക്കാതെ അതിനെ ചെറുത്തു തോൽപ്പിച്ചതും അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു സന്ദേശം പോലെ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുത്താണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. മാരാമണിൽ നിന്നും ബിജേഷ് നടുവിൽ.